നമസ്കാരം. അമേരിക്കയിൽ ഫലസ്തീനു വേണ്ടി കൊടിപിടിച്ച പലരും ഇപ്പോൾ നെഞ്ചിടിപ്പോടെയാണ് ഇരിക്കുന്നത്. ഹമാസിനെ അനുകൂലിക്കുന്നവരെ നാട് കടത്തും എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇവരിൽ പലരും ഇപ്പോൾ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം പോസ്റ്റുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരും എന്ന് ഈ വിദ്യാർത്ഥികൾക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നടപടികൾ എല്ലാവരും തന്നെ തകൃതിയിൽ നടത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഹമാസിനെ അനുകൂലിക്കുന്ന ജിഹാദികളെ എത്രയും വേഗം നാട് കടത്തുമെന്നും അവരുടെ സ്റ്റുഡൻറ്റ് വിസ റദ്ദാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ നടപടികളെ നോക്കിക്കാണാൻ. അമേരിക്കയിലെ പ്രശസ്തമായ പ്യൂർഡ്യൂ സർവകലാശാലയുടെ അനൗദ്യോഗിക പത്രമായ ദി എക്സ്പോണൻറ്റിൽ 2023 ഒക്ടോബർ 7 ശേഷം വന്ന എല്ലാ ലേഖനങ്ങളും ചിത്രങ്ങളും കുറിപ്പുകളുമെല്ലാം നീക്കം ചെയ്യുന്നതായി അവരുടെ വെബ്സൈറ്റ് വഴി അറിയിച്ചിരിക്കുകയാണ്. പ്യൂർഡ്യൂ സർവകലാശാലയ്ക്ക് ഈ എക്സ്പോണൻ്റ് എന്ന പ്രസ്ഥാനവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ അമേരിക്കയിലുള്ള പല വിദ്യാർത്ഥികളും ഹമാസ് അനുകൂല പോസ്റ്റുകൾ നിരന്തരമായി പ്രസിദ്ധീകരിച്ചിരുന്നു. കൂടാതെ എക്സ്പോണൻറ്റിൽ ഇത് സംബന്ധിച്ച നിരവധി ലേഖനങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എക്സ്പോണൻ്റിൻ്റെ ചീഫ് എഡിറ്റർ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ പത്രാധിപർ പറയുന്നത് തങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ ലേഖനങ്ങളും ചിത്രങ്ങളും നീക്കം ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അത് പേടിച്ചിട്ടല്ല, അമേരിക്കയിലെ പുതിയ ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കുന്നതുവരെ ഇനി തങ്ങൾ ഇത്തരത്തിലുള്ള യാതൊരു ലേഖനങ്ങളോ ചിത്രങ്ങളോ പ്രസിദ്ധീകരിക്കുകയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത് ട്രംപ് പേടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തങ്ങളുടെ വിസ റദ്ദാക്കപ്പെട്ടാൽ ആ നിമിഷം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരുമെന്നും തങ്ങളുടെ വിദ്യാഭ്യാസം അവസാനിക്കുമെന്നും നന്നായിട്ട് അറിയാവുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവയെല്ലാം തന്നെ നീക്കം ചെയ്യാൻ വേണ്ടി നെട്ടോട്ടമോടുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ വിവിധ കോഴ്സുകളാണ് പ്യൂർഡ്യൂ സർവകലാശാല നടത്തുന്നത്. ഗവേഷണ മേഖലയിലും അമേരിക്കയിലെ ഇൻഡ്യാനയിലുള്ള ഈ സർവകലാശാല വളരെ പ്രമുഖ സ്ഥാപനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയിലെ ജൂത സമൂഹത്തിന് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് നീതിന്യായ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ജിഹാദി അനുകൂലികളെ എത്രയും വേഗം നാട് കടത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ തന്നെ ന്യൂയോർക്കിലെ പ്രശസ്തമായ കൊളംബിയ സർവകലാശാലയിലെ ചില വിദ്യാർത്ഥികൾ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്ന് നിരന്തരമായി ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടിയപ്പോൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പലതവണ പ്രകടനങ്ങളും റാലികളുമൊക്കെ തന്നെ നടത്തിയിരുന്നു. അവരും ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ഇവരുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ സത്യമാണ് എന്ന് തെളിഞ്ഞാൽ അടിയന്തരമായി ഇവരെ സ്വന്തം രാജ്യത്തേക്ക് നാട് കടത്തുക തന്നെ ചെയ്യുമെന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ ഭയന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ കഴിയുന്നത്.